കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റി സമയിക്കണമേ. കർത്താവെ, ഇപ്പോഴ് ഓരോരോ ജീവിത മേഖലകളിലേക്ക് പടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കൾ, കുളിച്ചൊരുങ്ങി ഇന്ന് പോകാൻ വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന മക്കൾ, അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരോ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനൊക്കെ പോണവരുണ്ട്. എന്തെല്ലാം യാത്രയാണ് അങ്ങയുടെ മക്കൾ ചെയ്യണം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ആ മക്കളെല്ലാം കൂടെ അമ്മ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം മഴവില്ല് പോലെയും സുഗന്ധാഭിഷേകം പോലെയും ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ അനുഭവിക്കുന്നതാണ്. അതേ ചൈതന്യത്താൽ അങ്ങയുടെ മക്കൾ എവിടെയാണ്, പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ആശീർവദിക്കണമേ. ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ഇപ്പോഴും ആശീർവദിക്കണമേ. കർത്താവ്, മറ്റു മനുഷ്യരിൽ നിന്ന് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട്, ഇപ്പോൾ ആശീർവദിക്കണേ. പെണ്ണ് കാണാൻ പോകുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ യാത്രകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ചന്തയിൽ പോണവരുണ്ട്, പർച്ചേസിങ്ങിന് വേണ്ടി പോണവരുണ്ട്. കർത്താവ്, എല്ലാ സ്ഥലങ്ങളും നീ ഉണ്ടാകും. വഞ്ചിക്കപ്പെടാതിരിക്കാനും ചതിക്കപ്പെടാതിരിക്കാനും അവർ ചെയ്യുന്നതും നേടുന്നതും കൈകാര്യം ചെയ്യുന്നത് അവർക്ക് പ്രയോജനമുണ്ടാകാൻ വേണ്ടി കർത്താവ്, നിൻ്റെ തിരുമുറുപാടുന്ന വലത് കരുത്താൽ മക്കളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അമിതമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ കാരണങ്ങളെ കർത്താവെ നീ ആശീർവദിച്ചുകൊണ്ട് കർത്താവെ, അങ്ങനെ മക്കൾക്ക് സാന്ത്വനവും സമാശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൊടിക്ക് വേദന പോലും അനുഭവിച്ചപ്പോൾ തന്നെ വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരെ നീ കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ കർത്താവ്, ഇത് മാറ്റാൻ വല്ല മാർഗമുണ്ടോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ അങ്കലാപ്പും ആദ്യം കയറി നടക്കുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങാത്ത മക്കളുണ്ട് ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണം കർത്താവെ, ഏറ്റെടുക്കണം കർത്താവെ. കർത്താവ്, പല ഭവനങ്ങളും പകുതി പണി നിർത്തിയിരിക്കുന്ന പോലെ പണി നീ വീണപ്പോലെ തോന്നുന്നുണ്ട് ഈശോയെ. പല ഭവനങ്ങളും അടിത്തറ മാത്രം കെട്ടിയിട്ടുണ്ട് കർത്താവ്. ചില വീടുകളിൽ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ട് ഇവിടെയാണ് പ്ലാൻ, ഇവിടെയാണ് അടിത്തറ വരുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട് ഈശോയെ. അവിടെ എല്ലാം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കർത്താവ്, എത്രയും സമയബന്ധിതമായിട്ട് കർത്താവ് നിറവേറാൻ വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലും നിലവിൽ സാമ്പത്തിക മേഖലയും സ്ഥാപനങ്ങളുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, ശരീരത്തിന് വേദനയുള്ളവർ, രോഗമുള്ളവർ, ഭാരമുള്ളവർ, ശരീരത്തിൽ സിസ്റ്റുള്ളവർ, മുഴയുള്ളവർ, ശരീരത്തിൽ തിണർപ്പുള്ളവർ, ചിരങ്ങുള്ളവർ, പല ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന. കോടതി കേസ് കൊടുത്തിട്ടുള്ളവർ, നല്ല വിധി ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ്, ഓരോരുത്തരും ചിലരൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവിടെ ശരീരം മുമ്പത്തേക്കാൾ ചുരുങ്ങി അവിടെ ഭാരം കുറഞ്ഞു പോയത് കൊണ്ട് എന്താണെന്നറിയാൻ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. കാരണം പല വിഷയങ്ങൾ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ജനുവരി 5 കർത്താവിൻ്റെ ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശക്തീകരിക്കപ്പെടുകയും കർത്താവിൻ്റെ സ്പർശനത്താൽ സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ, you be healed.